ഒമാനിലെ സലാലയിലെ ജബൽ അയ്യൂബ് അയ്യൂബ് അലൈഹിസ്സലാമിന്റെ ഖബറുള്ള കുന്നുണ്ട്. അതിന്റെ താഴേക്ക് 2-3 മലകൾ താഴെ ഇറങ്ങിച്ചെന്നാൽ അവിടെ ഒരു കുളം കിടക്കുന്നുണ്ട്. ജബൽ അയ്യൂബ് അലൈഹിസ്സലാം അയ്യൂബ് നബിയോട് കുളിക്കാൻ പറഞ്ഞ കുളം. ആ കുളം നല്ല തണുപ്പുള്ള വെള്ളമാണ്. അല്ലാഹു തആല പറഞ്ഞു, ഉർകുദ് ബിരിജ്ലിക്, കാല് കൊണ്ടൊന്ന് ചവിട്ടിയേക്കിൻ. ഹാദാ മുഗ്തസലുൻ, നിങ്ങൾക്ക് കുളിക്കാനുള്ള വെള്ളമാണ്. ബാരിദുൻ, തണുത്തതാണ്. വശറാബ്, കുടിക്കാനുള്ളതാണ്. കുടിച്ചോളൂ, കുളിച്ചോളൂ യൂസുഫ് അയ്യൂബ് നബി, അസുഖം മാറുന്നു പറഞ്ഞു. ആ വെള്ളം ഇപ്പോഴും തണുപ്പുള്ള വെള്ളമാണ്. സലാലയിലേക്കൊന്ന് ടൈം കിട്ടുകയാണെങ്കിൽ പോയേക്കണം. ആ അയ്യൂബ് നബി കുളിച്ച കുളണ്ട് അവിടെ ഇപ്പോഴും ചിൽഡ് വാട്ടർ. കുളിച്ച് രോഗശമനമുണ്ടായ കുളത്തിന്റെ അടുത്താണ് ഞാനിപ്പോൾ ഉള്ളത്. കുടുംബക്കാരും കൂട്ടുകാരും നാട്ടുകാരൊക്കെ അദ്ദേഹത്തെ ഒഴിവാക്കാണ്. വർഷങ്ങളോളം എടുത്ത അയ്യൂബ് നബിയുടെ രോഗത്തിന് അവസാനം ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഉർഖുൽ ബിരിജ്ലിക്, അയ്യൂബ് നബിയെ നിങ്ങളുടെ ആ ഒരു കാലൊന്ന് ഇവിടെ ചവിട്ടിയേക്ക്. ഹാദാ മുഗ്തസലുൻ, ഇത് നിങ്ങൾക്ക് കുളിക്കാനുള്ള വെള്ളമാണ്. ബാരിദുൻ, തണുത്തതാണ്. വശറാബുൻ, നിങ്ങൾക്ക് ഇത് കുടിക്കാനുള്ളതാണ്. നിങ്ങൾ കുടിച്ചോളൂ, കുളിച്ചോളൂ, രോഗം ശിഫയാവും. അങ്ങനെ ആ വർഷങ്ങളോളമുള്ള രോഗം ശിഫയായ അതിന് നിമിത്തമായതാണ് ഈ കുളം. ഇത് ഇന്ന് ഒമാനിലെ സലാലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏത് വേനൽക്കാലം വന്നാലും ഈ വെള്ളം ഒരിക്കലും വറ്റാറില്ല. നമ്മൾ ആ പുണ്യമായിട്ടുള്ള ആ വെള്ളത്തിലൊന്ന് മുഖവും കൈയും ഒക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഒരുപാട് പുണ്യങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു വെള്ളമാണിത്.